الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. هو الذي متم نوره ولو كره الكافرون. الصلاة والسلام على من لا نبي بعده وسيد الأولين والآخرين وخاتم الأنبياء والمرسلين وزعيم المتقين وإمام المسلمين وقائد المؤمنين الذي أدى الأمانة ونصح الأمة وبلغ الرسالة وجاهد في الله حق جهاده. كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن ربي يبسط الرزق لمن يشاء من عباده ويقدر له وما أنفقتم من شيء فهو يخلفه وهو خير الرازقين. صدق الله العلي العظيم. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, ജഗന്യന്താവായ അല്ലാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ജീവിതത്തിന്റെ എല്ലാ മേഖലകളും അവന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കണമെന്നും നമ്മുടെ അടക്കവും അനക്കവും അല്ലാഹു കാണുന്നുണ്ടെന്ന ബോധത്തോടുകൂടി ജീവിക്കണമെന്നും എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നരകാവകാശിയും സ്വർഗാവകാശിയും ഒരിക്കലും സമന്മാരാവുകയില്ല. സ്വർഗം നേടിയവരാവുന്നു വിജയിച്ചവർ. വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് വളരെയധികം ആവർത്തിച്ച് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് അല്ലാഹു നൽകിയ ധനത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം എന്നത്. ഖുർആനിലെ എല്ലാ പ്രയോഗവും നിങ്ങളുടെ സമ്പത്ത് ചെലവഴിക്കൂ എന്നല്ല, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കൂ എന്നാണ്. ആ സമ്പത്ത് അടിസ്ഥാനപരമായി നമ്മുടേതല്ല. വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുക എന്നതാണ്. എന്റെ നാഥൻ യബ്സുത്തുൽ റിസ്ഖ, റിസ്കിനെ വളരെയധികം ഉദാരമായി നൽകുന്നു. ലിമൻ യശാ, അവൻ ഉദ്ദേശിച്ച ആളുകൾക്ക്.
അവന്റെ അടിമകളിൽ അവൻ ഉദ്ദേശിച്ച ആളുകൾക്ക് യഥേഷ്ടം സമ്പത്ത് നൽകുന്നു, സൗകര്യങ്ങൾ നൽകുന്നു. വയഖ്ദിറു ലഹു, അവൻ ഉദ്ദേശിച്ച ആളുകൾക്ക് ഞെരുക്കവും കുടുസും നൽകുന്നു. വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫു, ഒരു നയാ പൈസയും നിങ്ങൾ ചെലവഴിക്കുന്നില്ല, അല്ലെങ്കിൽ ചെലവഴിക്കുന്നത് ഫഹുവ യുഖ്ലിഫു, അതിനല്ലാഹു പകരം നൽകുന്നു. ചെലവഴിക്കുന്നതിന് പകരം നൽകും, അതിനൊരു പിൻഗാമിയെ വെക്കുക, അനന്തരമായി ഒരു കാര്യം നൽകുക. വഹുവ ഖൈറുർ റാസിഖീൻ, റിസ്ക് നൽകുന്നവരിൽ ഏറ്റവും ഉത്തമൻ അല്ലാഹു ആകുന്നു. ഇസ്ലാമില് പല രീതിയിലുള്ള ചെലവഴിക്കുന്ന സിസ്റ്റം നമുക്ക് കാണാൻ കഴിയും. അതിലൊന്ന്, എല്ലാ വിശ്വാസിയും ഒരു നിശ്ചിത ശതമാനം സമ്പത്തുണ്ടെങ്കിൽ നിർബന്ധമായും ചെലവഴിക്കേണ്ടതാണ് സക്കാത്ത് എന്ന് പറയുന്നത്. തന്റെ സമ്പത്തിന്റെ 2.5% മുതൽ ചില സ്വത്തുകളിലൊക്കെ 10% വരെ ചെലവഴിക്കുന്നതാണ് സക്കാത്ത് എന്ന് പറയും. സക്കാത്ത് മാത്രമല്ല, അതൊരു സിസ്റ്റമാറ്റിക്കായി സമൂഹത്തിൽ നടക്കേണ്ട ഒരു കാര്യമാണ്. നിസ്കാരം പോലെ ഇഖാമത്തു സ്വലാത്തും ഈതാഉ സക്കാത്തും എല്ലാം വ്യവസ്ഥാപിതമായി നടത്തേണ്ടതാണ്. അതല്ലാതെയും ധാരാളമായി വിശ്വാസികൾ ചെലവഴിക്കണം. ഇതിലൊന്നാണ് നമ്മൾ സ്വതക്ക, ഐച്ഛികമായ ദാനം എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ദൈൻ, ആവശ്യക്കാരന് കടം കൊടുക്കുക. വേറൊന്നാണ് ഹദിയ, സന്തോഷത്തിനും സ്നേഹത്തിനും ഒക്കെ പകരമായി ആളുകൾക്ക് ഗിഫ്റ്റുകളൊക്കെ കൊടുക്കും. അതിൽ പിന്നെ ദരിദ്രനും സമ്പന്നനൊന്നും വ്യത്യാസമല്ല, എല്ലാവർക്കും കൊടുക്കും. ഇങ്ങനെ ഒരു മുസ്ലിം ഉമ്മത്തിന്റെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് ചെലവഴിക്കുന്ന സംസ്കാരമാണ്. അത് ദുർവേഗത്തിനും പിശുക്കിനും മധ്യയുള്ള സന്തുലിതമായ ഒരു സാമ്പത്തിക സംസ്കാരമാണ് മുസ്ലിം സമുദായത്തിനുള്ളത്. അതിലൊന്നാമത്തത് സമ്പത്തിനെ കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് തന്നെ അങ്ങനെയാണ്. എന്റേതല്ല സമ്പത്ത്, അൽമാലു മാലുല്ലാ, ധനം അല്ലാഹുവിന്റേതാണ്. ആ സങ്കല്പമുണ്ടെങ്കിലേ ഒരാൾക്ക് ചെലവഴിക്കാനും കഴിയും. അല്ലെങ്കിൽ സമ്പത്ത് കൂടുന്നതിനനുസരിച്ച്, ആരോഗ്യം കൂടുന്നതിനനുസരിച്ച് മനുഷ്യന് അഹങ്കാരവും വർദ്ധിക്കും. വിശ്വാസികളല്ലാത്ത ഏകാധിപതികളായ ആളുകൾ ഒക്കെ അവർക്ക് അഹങ്കാരം ഉണ്ടായത് ഈ വിചാരമുണ്ടായതുകൊണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്വതക്ക എന്ന് പറയും. ഒരു മനുഷ്യൻ അവന്റെ സമ്പത്തിൽ നിന്ന് നിരന്തരമായി ചെലവഴിക്കുക. അതിന് പബ്ലിസിറ്റി ഒന്നും ഉണ്ടാവില്ല. കണ്ടറിഞ്ഞ ആളുകളെ സഹായിക്കുന്ന ഒരു രീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാനൻ നബിയു അജ്വദിന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഉദാരൻ നബിയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയോളം ഉദാരമായ ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഒരു കാര്യം ഒരു സദസ്സിൽ ഒരാൾ നബിയോട് വന്ന് ചോദിച്ചാൽ നബി കയ്യിലുള്ളത് കൊടുക്കും. നബിയുടെ അടുത്തില്ലെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന സഹാബികളോട് ചോദിക്കും, ഇയാളെ സഹായിച്ചൂടെ, ഇയാൾക്ക് ഭക്ഷണം കൊടുത്തൂടെ, ഇയാളുടെ ആവശ്യം നിറവേറ്റിക്കൂടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും. ആദ്യം അത് നബി തന്നെയാണ് ചെയ്യാൻ. ചിലതൊന്നും കൂട്ടിയാ കൂടുന്ന കേസ് ഉണ്ടാവൂലേ. ഇപ്പൊ വേറെ ആളുകള് സഹായിച്ചാൽ അത് ചെയ്യും. അങ്ങനെ നബിയുടെ അടുത്ത് വന്നൊരു പ്രശ്നം പറഞ്ഞിട്ട് പരിഹരിക്കാതെ പോകുന്ന കേസ് വളരെ കുറവാണ്.
അപ്പൊ നിങ്ങള് സ്വതക്ക ചെയ്താൽ നിങ്ങൾക്ക് 13 നേട്ടങ്ങളുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. വേറെയും കുറെ നേട്ടങ്ങളുണ്ട്. ഹദീസുകളിലൊക്കെ വന്ന ശരിയായ ഹദീസുകളിൽ വന്ന കാര്യങ്ങൾ. സമ്പത്ത് എന്തുകൊണ്ടാണ് ചെലവഴിക്കണമെന്ന് അല്ലാഹു പഠിപ്പിച്ചത്? കൈല യകൂന ദൂലത്തം ബൈനൽ അഗ്നിയാഇ മിൻകും. സമ്പത്ത് നിങ്ങളുടെ കൂട്ടത്തിലെ സമ്പന്നരുടെ ഇടയിൽ കറങ്ങാതിരിക്കാൻ. എക്കണോമിക് സിസ്റ്റത്തിൽ ഏറ്റവും അപകടകരമായ സിസ്റ്റമാണ് സമ്പന്നരുടെ അടുത്ത് മാത്രം പൈസ ഉണ്ടാവുക, താഴേക്ക് വരാതിരിക്കുക. സർക്കാരുകളൊക്കെ ക്ഷേമ പെൻഷൻ നടപ്പിലാക്കുന്ന എന്തിനാണ്? താഴേക്ക് പണം വരാനാണ്. ക്ഷേമ പെൻഷൻ ഇല്ലാതെ സർക്കാരുകൾ മുന്നോട്ട് പോയാൽ സമൂഹത്തിലെ ഏറ്റവും അടിസ്ഥാന വർഗത്തിന്റെ അടുത്തേക്ക് പണമെത്തില്ല. ഇന്ത്യയിലെ 40% സ്വത്തുക്കളും 3-4 ആളുടെ പേരിലാണ്. ചിലതൊക്കെ പേരിൽ ഗവൺമെന്റിന്റെ ആണെങ്കിലും ഈ ആളുകളുടെ പേരിലാണ്. അപ്പൊ ഇങ്ങനെ ഒരു സാമ്പത്തിക സിസ്റ്റം ഉണ്ടായാൽ അത് സമൂഹത്തിൽ ദാരിദ്ര്യം വളർത്തും. ഈ രാജ്യത്തെ ദാരിദ്ര്യത്തിന്റെ കണക്ക് എന്ന് പറഞ്ഞാൽ 57 കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിലാണ്, അതിദാരിദ്ര്യത്തിലാണ്. അതിദാരിദ്ര്യം ഒന്ന് നമ്മൾ സ്റ്റേജ് കെട്ടി പ്രസംഗിച്ചാൽ ഇല്ലാതാവില്ല. അതില്ലാതാക്കാൻ വളരെ സിസ്റ്റമാറ്റിക്കായ സംവിധാനം വേണം. ഞാൻ ഇവിടെ നിന്ന് പ്രഖ്യാപിക്കുകയാണ്, മലപ്പുറത്ത് പരിസരത്തും അതിദാരിദ്ര്യം ഇല്ല. അത് പറയണ എനിക്ക് ഭ്രാന്താന്നല്ലാതെ നാട്ടിലത് നടക്കൂല. അതിദാരിദ്ര്യമുള്ള 57 കോടി ജനങ്ങൾ ഈ രാജ്യത്ത്. 57 കോടി എന്ന് പറഞ്ഞാൽ ഏകദേശം 26 ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ജനസംഖ്യക്ക് തുല്യമാണ്. എന്നാൽ 26 ദരിദ്ര രാജ്യങ്ങൾ ഈ രാജ്യത്തിനകത്ത് ജീവിക്കുന്നു. അപ്പോഴാണ് 3000 കോടി രൂപയുടെ പ്രതിമകളൊക്കെ നമ്മൾ നിർവഹിച്ചത്. ദാരിദ്ര്യം ഇല്ലാതാക്കേണ്ട സർക്കാരുകൾ വലിയ വലിയ പ്രതിമകൾ നിർമ്മിച്ചത്, വലിയ വലിയ ആർഭാടങ്ങൾ ചെയ്തത്, ധൂർത്തും ദുർവ്യയം ചെയ്തത് തെറ്റായ സാമ്പത്തിക രീതികളാണ്. അപ്പൊ അതുകൊണ്ട് സമൂഹത്തിൽ സർക്കാർ നല്ല ബലവത്തായ സർക്കാരായാലും സമൂഹത്തിൽ സുഭിക്ഷത ഉണ്ടാവില്ല. വ്യക്തികളും സമൂഹത്തിൽ ഇടപെട്ട് തുടങ്ങണം. അങ്ങനെ വ്യക്തികളെ സമൂഹത്തിലെ ഏറ്റവും അധസ്ഥിതരും ദുർബലരുമായ ആളുകളെ കൈപിടിച്ചുയർത്താനുള്ള ബാധ്യത ഗവൺമെന്റിന് മാത്രമല്ല, ഓരോ വ്യക്തിക്കുമുണ്ട്. അതൊരു നിയമമൊന്നുമല്ല. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷിക്കുന്നൊന്നും പഠിച്ചോൻ പറയില്ല. എന്ന പ്രോത്സാഹനമാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് വൻഫിഖു മിമ്മ ജഅലകും മുസ്തഖ്ലഫീന ഫീഹി, നിങ്ങളെ പ്രതിനിധികളാക്കി വച്ച ധനം നിങ്ങൾ ചെലവഴിക്കുക. നിങ്ങൾ കൈകാര്യകർത്താക്കളാണ്, ഉടമസ്ഥരല്ല. ഇതൊരു വിനയത്തിന്റെയും ലാളിത്യത്തിന്റെയും വിചാരമാണ് സമ്പത്തിനെ കുറിച്ചുള്ള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അസ്മാ റളിയല്ലാഹു അൻഹ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർളഹി മസ്തതാഴ്ത്തി, നിനക്ക് സാധിക്കുന്ന അത്ര നീ ചെലവഴിച്ചു, സാധിക്കുന്ന അത്ര ദാനം ചെയ്യുക എന്നാണ്. ഒരാൾ ദാനം ചെയ്താൽ അള്ളാഹു അദ്ദേഹത്തിന് കൊടുക്കുന്ന ആദ്യത്തെ ഓഫർ പാപമോചനമാണ്, മഗ്ഫിറത്താണ്. ഇൻ തുഖ്രിദുല്ലാഹ ഖർളൻ ഹസനൻ യുളാഇഫുഹു ലക്കും വയഗ്ഫിർ ലക്കും. ധനം ചെലവഴിച്ചാൽ ധനം അതിന്റെ ഒരു ഓഫർ, യഗ്ഫിർ ലക്കും, നിങ്ങൾക്ക് അല്ലാഹു എന്ത് ചെയ്യും? പാപമോചനം തരും. ചെറിയ പാപങ്ങൾ നമ്മൾ ചെയ്താൽ സ്വതക്ക കാരണം അല്ലാഹു അത് പുറത്തു തരും. സ്വതക്ക എന്ന് പറയുന്ന പാപമോചനത്തിന്റെ ഒരു ഉപാധിയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വസ്സദഖതു തുത്ഫിഉൽ ഖതീഅ കമാ തുത്ഫിഉൽ മാഉൻ നാറ. വെള്ളം തീയിനെ അണച്ചു കളയുന്നത് പോലെ സ്വതക്ക പാപങ്ങളെ മായ്ച്ചു കളയുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ
പാപമോചനത്തിന്റെ ഭാഗമായി സ്വതക്കയെ പരിചയപ്പെടുത്തുക. രണ്ടാമത്, നിങ്ങളുടെ ധനം വർദ്ധിപ്പിച്ചു തരും, സമ്പത്തിൽ വർധനവുണ്ടാവും. ഹസൻ ബസരി റഹ്മഹുല്ല പറയാണ്, സ്വതക്ക നൽകുന്നവന്റെ ഉപജീവനം അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു, ഉറപ്പാണ്, ഗ്യാരണ്ടിയാണ്. വല്ലാഹു ഖൈറുർ റാസിഖീൻ. റിസ്ക് നൽകുന്നവരിൽ ഏറ്റവും ഉത്തമൻ റിസ്ക് നൽകുന്നവൻ തന്നെ അല്ലേ. അള്ളൊരു ഗ്യാരണ്ടി നൽകി. എന്താണ്? സ്വതക്ക നൽകുന്നവന്റെ ഉപജീവനം. യംഹഖുല്ലാഹു റിബ വയുർബി സ്വതക്ക. പലിശ ഒരാളുടെ ധനത്തെ തകർക്കും, സ്വതക്ക ഒരാളുടെ ധനത്തെ വളർത്തും. വിശുദ്ധ ഖുർആൻ. നമ്മുടെ കണക്കിൽ പലിശയാണ് ധനം വർദ്ധിക്കുക. ചില ആളുകൾ ഇൻട്രസ്റ്റ് തന്നെ കഴിച്ചു പോണ മനുഷ്യന്മാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങളുടെ ശരീരത്തിലേക്ക്, രക്തത്തിലേക്ക്, നിങ്ങളുടെ കുടുംബത്തിന്റെ രക്തത്തിലേക്ക്, നിങ്ങൾ ചെലവ് കൊടുക്കുന്ന മനുഷ്യരുടെ ഭക്ഷണത്തിലേക്കൊന്നും പലിശയുടെ അംശമെത്താതെ കാത്തു സംരക്ഷിക്കേണ്ട ബാധ്യത ഓരോരുത്തർക്കുമുണ്ട്. വലിയ പാപമാണ് പലിശ. ഞാൻ അതിനെക്കുറിച്ച് പറയണില്ല. വയുർബി സ്വതക്ക. സ്വതക്കയല്ല വളർത്തും. എങ്ങനെയാണ് ചോദിച്ചാൽ, ഒരു ചെറിയ കുതിരക്കുട്ടിയെ നിങ്ങൾ വാങ്ങി താലോലിച്ച് ഓമനിച്ച് വളർത്തുന്നത് പോലെ ചെറിയ ഒരു സ്വതക്കയല്ല വളർത്തിക്കൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്വതക്ക നമ്മുടെ ധനത്തെ വർദ്ധിപ്പിക്കും. വഖ്രിദുല്ലാഹ ഖർളൻ ഹസനൻ യുളാഅഫ് ലഹു. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ദാനം ചെയ്താൽ നിങ്ങൾക്ക് അള്ളാഹു ഇരട്ടിപ്പിച്ചു തരും, ഇരട്ടിച്ചു തരും. ഇരട്ടിക്കുമെന്ന് ബോധത്തിൽ ദാനം ചെയ്യണം. ചില ആൾക്കാർ, നമ്മളൊക്കെ കൂട്ടത്തിലൊക്കെ പൈസ കൊടുക്കുന്ന ആൾക്കാർ തന്നെയാണ്, ദാനം ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ സമ്പത്ത് അതുകൊണ്ട് വർദ്ധിക്കുമെന്ന ബോധമില്ലാതെ ചെലവഴിച്ചാൽ വർദ്ധിക്കൂല. ഇതുകൊണ്ട് അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമെന്ന ബോധമുണ്ടാകും. അത് വളരെ പ്രധാനമാണ്. ഇങ്ങനെ ഈ സമ്പത്തിൽ വർധനവുമായി ബന്ധപ്പെട്ട ആയത്തുകളെയും ഹദീസുകളൊക്കെ ക്രോഡീകരിച്ച് പണ്ഡിതന്മാർ പറയാണ്, ഒന്ന്, സ്വതക്ക ചെയ്യുന്നവന്റെ മിച്ചമുള്ള ധനത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യും. സമ്പത്തിൽ ബറക്കത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ അനുഗ്രഹമാണ്. ഒരുപാട് സമ്പത്തുണ്ടായി അത് ഉപയോഗിക്കാനോ ഉപകരിക്കാനോ അവകാശമില്ലാത്ത മനുഷ്യരെ നമുക്ക് കാണാം. ഞാൻ അങ്ങനെ പിശുക്കി എണ്ണി തിട്ടപ്പെടുത്തി 10 ലക്ഷം രൂപിച്ചു, 12 ലക്ഷത്തിന്റെ അസുഖം വന്നാൽ അത് പോയി, 2 ലക്ഷം കടാൻ. എനിക്കൊരു ഡയാലിസിസ് വന്നാൽ 10-40 ലക്ഷം സ്വരൂപിച്ചിട്ടും കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് സ്വരൂപിച്ചു വെക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ ഈ സമ്പത്ത് ഇങ്ങനെ അമിതമായി എണ്ണി തിട്ടപ്പെടുത്തുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തിയ കാണാം. അത്രയൊന്നും എണ്ണണ്ട പൈസ എന്നാണ് പറഞ്ഞത്. കാരണം എണ്ണണതിനനുസരിച്ച് പണത്തോട് സ്നേഹം മനുഷ്യന് കൂടും. അതുകൊണ്ടാണ് കാര്യം കണക്കൊക്കെ വേണം, പക്ഷെ അധികം അയിമ ഇങ്ങനെ ചുറ്റിത്തിരിയണ്ട എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് നമ്മൾ സ്വരൂപിച്ചു വെക്കുന്നതിനനുസരിച്ചല്ല നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നു. അതുകൊണ്ട് സമ്പത്തിലെ ബറക്കത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് അല്ലാഹു തരുന്നൊരു ഓഫറാണ്. ചെലവഴിച്ചാൽ ബാക്കിയുള്ള സമ്പത്തിൽ ബറക്കത്ത് നൽകുമെന്നത്. എന്നിട്ട് രണ്ടാമത്തത്, സമ്പത്തിൽ ബാധിക്കുന്ന വിപത്തുകളെ ഞാൻ തടയും. അത് വേറൊരു ഓഫറാണ്. സമ്പത്തിൽ ബാധിക്കുന്ന വിപത്തുകൾ ഉണ്ടാവും. വലിയ നഷ്ടം, പ്രയാസം, ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ കച്ചവടം നടക്കാതിരിക്കുക, ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ, സമ്പത്തിനെ ബാധിക്കുന്ന ബുദ്ധിമുട്ടുകൾ അള്ളാഹു തടയും. മൂന്നാമത്തത്, അള്ളാഹു തന്നെ പകരം സമ്പത്ത് നൽകും. അതല്ലാഹു തന്നെ പറഞ്ഞാണ്, ചെലവഴിച്ചോ പകരം ഞാൻ തരാം. അപ്പൊ നമുക്ക് പൊതുവെ അള്ളാഹു നൽകിയ ഗ്യാരണ്ടിയിൽ വിശ്വാസമില്ലാതാവുമ്പോഴാണ് പിശുക്ക് കൂടുന്നത്. പിശുക്ക് വിശ്വാസിയുടെ സംസ്കാരമല്ല, ധൂർത്ത് സംസ്കാരമല്ലാത്തതുപോലെ. അനാവശ്യമായ കാര്യങ്ങൾക്ക് ധാരാളം ചെലവഴിക്കുന്ന ആളുകളുണ്ട്. അയാൾ ഉദാഹരണമല്ല, അയാള് പിശാചിന്റെ കൂട്ടുകാരനാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അനാവശ്യമായ കാര്യങ്ങൾക്ക് ഒരു ഉറുപ്പ്യം ചെലവാക്കരുത്, ഒരു ഉറുപ്പ്യം ചെലവാക്കരുത്. ചെലവാക്കുന്നതിൽ നന്മയില്ല എന്ന് മാത്രമല്ല, അത് ധൂർത്താണ്. ഞാൻ 10,000 ഒന്നും കൊടുത്തില്ല, 10 റുപ്യ അല്ല, 10 അനാവശ്യത്തിൽ ചെലവഴിക്കുന്ന ധൂർത്താണ്. അത് 10 രൂപയായാലും ശരി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടിലെ കല്യാണങ്ങൾ, സൽക്കാരങ്ങൾ, അതുപോലെയുള്ള ഫംഗ്ഷനുകൾ,
ഇതൊക്കെ എടുത്തു നോക്കിയാൽ അതിലുള്ള ധൂർത്തുകൾ എത്ര വലുതാണ്. ഇങ്ങനെ ധൂർത്തും ദുർവ്യയവും നടത്തുന്ന സമൂഹങ്ങൾ വളരെ കുറവാണ്. മതബോധമുണ്ട് എന്ന് പറയുന്ന ആളുകളിൽ പോലും ഇത് വലിയ തോതിൽ ഉള്ളതായി നമുക്ക് കാണാൻ കഴിയും. അവനാന്റെ ശേഷിക്കും സംസ്കാരത്തിനൊക്കെ അനുസരിച്ച് വേണ്ടെന്നല്ല ഞാൻ പറയും. പക്ഷേ ദുർവ്യയമാവുന്ന അവസ്ഥ, ഇസ്റാഫാവുന്ന അവസ്ഥ ചെലവഴിക്കുന്നിടത്ത് ഒരിക്കലും ഉണ്ടാവരുത്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, മൂന്നാമത് അല്ലാഹു കൊടുത്ത ഓഫർ എന്ന് പറയുന്നത് 700 ഇരട്ടി വരെ പ്രതിഫലം തരും. വലുതാക്കുന്നു മാത്രമല്ല, പ്രതിഫലം പറഞ്ഞ് 700 ഇരട്ടി വരെ അതിന് വർധനവ് നൽകുമെന്നതാണ്. നാലാമത്തത് സമ്പത്തിനെ ശുദ്ധീകരിക്കും, സ്വഭാവത്തെ സംസ്കരിക്കും. ഉദാഹരണമായ ഒരു മനുഷ്യന്റെ സമ്പത്ത് മാത്രമല്ല, സ്വഭാവം നന്നാവും. പൈസ കൊടുക്കുന്ന ആളുടെ സ്വഭാവം നന്നായിരിക്കും. ആ കാരണം ആളുകൾ അയാളിലേക്ക് അട്രാക്ട് ചെയ്യുന്ന അയാളുടെ പൈസ കിട്ടുന്നതുകൊണ്ട് മാത്രമല്ല, അയാളുടെ സ്വഭാവം നല്ലതായി വരുന്നത് കൊണ്ടാണ്. പെരുമാറ്റം നന്നാണ്. ഇപ്പൊ സമ്പത്ത് ചെലവഴിക്കുന്നവന്റെ പെരുമാറ്റം അല്ല നന്നാക്കി കൊടുക്കും, അവന്റെ സ്വഭാവം നന്നാക്കും, സമ്പത്ത് ശുദ്ധീകരിക്കുകയും തരും. അഞ്ചാമത് സ്വതക്ക ശിഫയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വതക്ക ഒരു ശമനമാണ്, ഒരു ഔഷധമാണ്. അതുകൊണ്ടാണ് സ്വതക്ക റബ്ബിന്റെ കോപത്തെ തണുപ്പിച്ചു കളയും. ഇന്ന സ്വതക്കത്തെ തുത്ഫിഉ ഖൽബർ റബ്ബ്. റബ്ബിന്റെ ദേഷ്യം, നമ്മളെ കൂട്ടത്തിൽ തന്നെ ഒരാളുടെ ദേഷ്യം നമുക്ക് സഹിക്കാൻ പറ്റില്ല. പടച്ചോൻ ദേഷ്യപ്പെട്ടാലോ, പടച്ചോന്റെ ദേഷ്യം എന്ന് പറഞ്ഞാൽ അതിന് പരിമിതികളൊന്നും ഉണ്ടാവില്ല. പടച്ചോന്റെ ദേഷ്യം അണക്കാൻ പറ്റുന്ന ഒരു ഔഷധമാണ് സ്വതക്ക എന്ന് പറയുന്നത്. രണ്ടാമത്തോ ദാവു മർലാക്കും ബിസ്വദക്ക. നിങ്ങളുടെ കൂട്ടത്തിൽ അസുഖം ബാധിച്ചവരെ സ്വതക്ക കൊണ്ട് നിങ്ങൾ ചികിത്സിക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാപ്പാക്ക് സുഖമില്ലെങ്കിൽ, ഉമ്മാക്ക് സുഖമില്ലെങ്കിൽ, സ്വന്തത്തിന് തന്നെ അസുഖം ഉണ്ടെങ്കിൽ ചെലവഴിക്കൽ കൂടണം. ചികിത്സിക്കാൻ പൈസ ഉണ്ടാവൂലേ എന്നൊന്നും ബേജാറാവണ്ട. പാവങ്ങളെ സഹായിക്കുന്നത് ഒരു ചികിത്സയാണ്. ദാവു മർലാക്കും ബിസ്വദക്ക. സ്വതക്ക കൊണ്ട് നിങ്ങൾ അസുഖത്തെ ചികിത്സിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്വതക്ക കൊണ്ടൊരു ചികിത്സ. സ്വതക്ക എന്ന് പറഞ്ഞ മെഡിസിൻ അല്ല, നമ്മൾ ആത്മീയമായൊരു ശമനമാണ്. നമ്മളെ മനസ്സിന് ശക്തി കിട്ടുന്ന ഒന്നാണ്. ഏത് രോഗിക്കും ആത്മവിശ്വാസമാണല്ലോ ഏറ്റവും വലിയ മെഡിസിൻ. ആത്മവിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് പനി തന്നെ ബാധിച്ചാൽ അയാൾ കടന്നുപോകും. അപ്പൊ അതുകൊണ്ട് ഈ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വതക്കയാണ്. അതുകൊണ്ട് ആർക്ക് അസുഖം വന്നാലും സമ്പത്തിന് കുറച്ച് ഞെരുക്കുണ്ടെങ്കിലും നിങ്ങൾ ചെലവാക്കണം. സമ്പത്തിന് ഞെരുക്കുണ്ടാവുമ്പോ സമ്പത്ത് ചെലവഴിക്കുന്നവനാണ് ഏറ്റവും കരുത്തനായ വിശ്വാസി. വീട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോ ആള് വന്ന് സഹായം ചോദിക്കാൻ, ഇന്ന ആവശ്യത്തിനൊരു സഹായം വേണം എന്ന് പറയുമ്പോ വീട് പണിയാ കുറച്ച് ടൈറ്റാണ് നിങ്ങൾ പറയും. ആ ടൈറ്റാണ് സമയത്ത് കൊടുക്കുക. അതിന് നിങ്ങൾക്കൊരു ടൈറ്റ് ഇല്ലാത്ത സമയത്ത് കൊടുക്കുന്നതിനേക്കാൾ പ്രതിഫലമുണ്ട്. അതുകൊണ്ട് സ്വതക്ക ശിഫയാണ്, ശമനമാണ്. സ്വതക്ക കൊണ്ട് ചികിത്സ ഉണ്ട്. ഒരു മനുഷ്യൻ നിങ്ങൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുത്ത്, പടച്ചോനെ നിന്റെ അസുഖം ഒന്ന് മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ അതിനു മുമ്പ് നടത്തുന്ന പ്രാർത്ഥനയേക്കാൾ ഈ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമുണ്ട്. എന്റെ ഉപ്പാന്റെ അസുഖം ഒന്ന് മാറ്റിക്കൊടുക്കല്ല എന്നൊന്ന് പറഞ്ഞാൽ ഈ സ്വതക്കയുടെ പ്രതിഫലം അതിൽ ഇരട്ടിയായി വർദ്ധിച്ചു വരും ആ പ്രാർത്ഥനയിൽ. അതുകൊണ്ട് സ്വതക്ക തന്നെ ഒരു ചികിത്സയാണ്. ആറാമത്തത് മുറിഞ്ഞു പോകാത്ത കർമ്മമാണ് സ്വതക്ക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ മരിച്ചുപോയാൽ മുറിഞ്ഞു പോകാത്ത 3 കാര്യങ്ങളുണ്ട്. അതൊന്ന് സ്വതക്കത്തുൻ ജാരിയ, ഒഴുകിപ്പരക്കണ സ്വതക്കയാണ്. രണ്ടാമത്തതോ ഇൽമുൻ യുന്തഫഉ ബിഹി, ഉപകാരപ്രദമായ ജ്ഞാനമാണ്. ഒരാളൊരു പ്രസംഗിച്ചു, അല്ലെങ്കിൽ ക്ലാസ് എടുത്തു, അല്ലെങ്കിൽ ഒരു അധ്യാപകനായി ഏതെങ്കിലും അർത്ഥത്തിൽ ഉപകാരമുള്ള ഒരു വിവരം ഒരു മനുഷ്യന് പഠിപ്പിച്ചു കൊടുത്താൽ അയാൾ നന്നായാൽ ആ മനുഷ്യൻ ജീവിക്കണ കാലത്തോളം ഇയാൾ മരിച്ചുപോയാലും പ്രതിഫലം ലഭിക്കും. കാരണം ഇൽമുൻ യുന്തഫഉ ബിഹി, ഉപകാരപ്രദമായ ജ്ഞാനം. വലതുൻ സാലിഹുൻ യദഉ ലഹു, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹീങ്ങളായ സന്താനങ്ങൾ. മക്കൾ എന്നോട് അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടില്ല, സാലിഹീങ്ങളായ മക്കൾ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. മക്കള് സാലിഹീങ്ങളാവാൻ സമ്പത്ത് നന്നാവലൊരു ഉപാധിയാണ്.
സമ്പാദിക്കണ മക്കൾക്ക് തിന്നാൻ കൊടുക്കണ സമ്പാദ്യങ്ങൾ ഏത് കച്ചവടക്കാരനായാലും ശരി, സമ്പത്ത് നന്നാവൽ സാലിഹീങ്ങളായ മക്കൾ ഉണ്ടാവാൻ ഒരു ഉപാധിയാണ്. അതുകൊണ്ട് വലതുൻ സാലിഹുൻ യദഉ ലഹു, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ. അതുകൊണ്ട് ഒഴിഞ്ഞു പോകാത്ത മുറിഞ്ഞു പോകാത്ത ഒന്നാണ് സ്വതക്ക. ഏഴാമത്തത് നരകമോചനം സ്വതക്കയുടെ ഒരു ഭാഗമാണ്. ഐത്തുക്കും മിനന്നാർ, സ്വതക്ക ഒരാൾ നൽകിയാൽ നരകത്തിന് അയാളെ മോചിപ്പിക്കുക എന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുപോലെ അർശിന്റെ തണൽ ലഭിക്കുന്ന ഒരു പ്രവൃത്തിയാണ് സ്വതക്ക എന്ന് പറയുന്നത്. കുല്ലും ദിഇൻ ഫീ ളില്ലി സ്വതഖതിഹി, ഫീ ളില്ലി സ്വതഖതിഹി, നാളെ എല്ലാ മനുഷ്യനും അവന്റെ സ്വതക്കയുടെ നിഴലിലായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വതക്ക ഒരാൾ ചെയ്താൽ അത് നിഴലായി, നിഴൽ ആവശ്യമുള്ള സമയമുണ്ടാവും. ഒരു തണൽ ആവശ്യമുള്ള സമയമുണ്ടാവും. എല്ലാ സമയത്തും തണൽ ആവശ്യപ്പെട്ട് പള്ളിയിൽ നിൽക്കുന്ന ഒരാൾക്ക് തണൽ ആവശ്യമില്ല. തണൽ ആവശ്യമുള്ള ഒരാൾ, ആ സമയത്ത് അള്ളാഹു തണൽ നൽകും. സ്വതക്ക തണലാണ്. അതുപോലെ സ്വർഗത്തിൽ 8 കവാടങ്ങളുണ്ട്. അതിലൊരു കവാടം ബാബു സ്വതക്ക, സ്വതക്കയുടെ കവാടമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്വതക്കയുടെ കവാടം സ്വർഗത്തിനുണ്ട്. അതിലൂടെ സ്വതക്ക ചെയ്യുന്ന ആളുകൾ പ്രവേശിക്കും. 10ാമതായി മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. മലക്കുകളുടെ പ്രാർത്ഥന എങ്ങനെയാണ്? അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ, അല്ലാഹുവേ ചെലവഴിക്കുന്നവന് നീ കൂടുതൽ നൽകണേ അല്ലാഹ്. ആരാണ് പ്രാർത്ഥിക്കുക? എല്ലാ പ്രഭാതത്തിലും ചെലവഴിക്കുന്നവന് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും. അതുപോലെ അല്ലാഹുമ്മ അഅതി മുംസിക്കൻ തലഫ, സമ്പത്ത് പിടിച്ച് പിശുക്കനായ ആൾക്ക് വേണ്ടി എതിരെയും പ്രാർത്ഥിക്കും. അവന്റെ സമ്പത്തിൽ നഷ്ടം കൊടുക്കല്ല. അപ്പൊ മലക്കുകളാണ് പ്രാർത്ഥിക്കണേ. മലക്കുകൾ പ്രാർത്ഥിക്കുമ്പോ എന്ത് ചെയ്യും? ആ പ്രാർത്ഥനക്ക് ഉത്തരവുണ്ട്. നബി തിരുമേനി തന്നെ പറയാൻ, പ്രാർത്ഥന എന്തായാലും സ്വീകരിക്കുമെന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു വിഭാഗമാണ് മലക്കുകൾ എന്ന് പറയണത്. അവരുടെ പ്രാർത്ഥനക്ക് എന്തായാലും സ്വീകരണമുണ്ട്. അതിനെ നിരസിക്കുകയില്ല. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് മലക്കുകളുടെ പ്രാർത്ഥന. അള്ളാഹു എത്തിച്ചു തരുമെന്ന്. ഇനിയിപ്പോ ഒരാൾ സ്വതക്ക കൊടുത്തു നോക്കാം, അയാൾ നമ്മളെ പറ്റിച്ചു, ഒരു കള്ളനാണ്, തട്ടിപ്പുകാരനാണ്, അങ്ങനെയുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന മനുഷ്യന്മാരൊന്നും വിശ്വാസമില്ല. എന്നാലും ഇയാൾക്ക് ഈ പറഞ്ഞ പ്രതിഫലമൊക്കെ ഉണ്ട്. ഈ കൊടുത്ത മനുഷ്യന് ഈ പ്രതിഫലമുണ്ട്. അയാളെ ചൂഷണം ചെയ്തു, അല്ലെ യാചന തൊഴിലാക്കി, അയാൾക്ക് ദാരിദ്ര്യമുണ്ട് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ ഈ കൊടുത്ത മനുഷ്യന്റെ പ്രതിഫലത്തിനൊന്നും കുറയില്ല. നമ്മുടെ സ്വതക്ക ഒരാൾ ചൂഷണം ചെയ്താൽ, നമ്മളൊരാളെ സഹായിച്ചിട്ട് അയാൾ പറ്റിച്ചാൽ, നമ്മൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്തിട്ട് അത് ഒരു തട്ടിപ്പിനായി ഉപയോഗിച്ചാൽ, ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. എന്റെ കാര്യം എത്രയേ ഉള്ളൂ, നമ്മളടുത്ത് വന്ന് സഹായം ചോദിച്ച ആൾക്ക് എന്തെങ്കിലും സഹായം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഈ പറഞ്ഞ പ്രതിഫലങ്ങളെല്ലാം ആ സഹായം കൊടുത്ത ആൾക്കുണ്ടാവും. 12ാമത് ഖബറിൽ അല്ലാഹു സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്യാൻ. ആ ഖബറിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 11ാമത്തെ ഖബറിലെ രക്ഷ അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കാൻ. ഖബറിലെ സുരക്ഷ ഉണ്ടാവും. അതുപോലെ 12ാമത്തെ കാര്യം, അല്ലാഹു പ്രത്യേകമായി അയാളെ സഹായിക്കും. ഫസനു യസ്സിറുഹു ലിൽ യുസ്റ, ഖുർആൻ തന്നെ പറയാൻ, സ്വതക്ക ചെയ്ത ആൾക്ക് അല്ലാഹു എളുപ്പാക്കി കൊടുക്കും. ഫസനു യസ്സിറുഹു ലിൽ യുസ്റ, അവന്റെ ജീവിതമാർഗം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. 13ാമത്തത് ആപത്തുകൾ, ദുർമരണങ്ങൾ എന്നിവയിൽ നിന്ന് അല്ലാഹു അയാളെ കാത്തുരക്ഷിക്കും. അസ്സദഖതു റദ്ദുൽ ബലായ എന്നാണ് ഹദീസിൽ നമുക്ക് കാണാം. അത് വലിയ വലിയ പരീക്ഷണങ്ങൾ, ആപത്തുകൾ ഉണ്ടാവും. അവ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, കൊടുക്കാൻ അങ്ങനെ മുറുക്കി വെച്ച സമ്പത്ത് അത് കൊടുക്കാൻ തോന്നില്ല. അപ്പൊ എന്റെ അടുത്തുള്ള സമ്പാദ്യം കൊടുത്താൽ, നിന്റെ അടുത്തുള്ള സമ്പത്തിന്റെ ഇരട്ടിക്കൊരു അസുഖം അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വതക്ക കൊണ്ട് ആ അസുഖം അല്ലാഹു നമ്മൾ തട്ടിമാറ്റും. അല്ലെങ്കിൽ നമുക്ക് അതിനേക്കാൾ ഇരട്ടി ചെലവ് വരുന്ന ഒരു ആക്സിഡന്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ ആക്സിഡന്റിനെ അല്ലാഹു തട്ടിമാറ്റും. റദ്ദുൽ ബലായ, നിനക്ക് ജീവിതത്തിൽ വിധിച്ച ഏറ്റവും വലിയ മാരകമായ നാശനഷ്ടങ്ങൾ അത് തടയും. ഒരു തടയണയായി സ്വതക്ക വർത്തിക്കുമെന്നാണ്. അപ്പൊ ഇത്രയും ഫളായിലുകൾ, ശ്രേഷ്ഠതകൾ സ്വതക്ക ചെയ്യുന്നവൻ അല്ലാഹും റസൂലും വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മളൊരു നയാ പൈസ പോക്കറ്റിനടുത്ത് ചെലവഴിക്കുമ്പോ ഈ പറഞ്ഞ വിചാരങ്ങൾ
നമുക്ക് സമ്പത്തിലുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും സമ്പത്തിൽ കിട്ടും. രണ്ടാമത്തത്, സ്വതക്ക ചെയ്യുന്ന ആളുകളുടെ തലമുറകളോളം അയാളുടെ സമ്പത്ത് അല്ലാഹു കാത്തു രക്ഷിക്കുമെന്നാണ്. ഉദാഹരണമായൊരു മനുഷ്യൻ സമ്പത്ത് ധാരാളം ചെലവഴിക്കുന്ന വല്ലിപ്പാന്റെ സ്വത്താണ് മകന്, പേരക്കുട്ടികളൊക്കെ ആ സ്വത്ത് എന്ത് ചെയ്യും? അപ്പൊ വലിയ മുതലാളിയായ മനുഷ്യന്മാരെടുത്ത് പരിശോധിച്ചാൽ അതിൽ അഞ്ചാമത്തെ തലമുറക്ക് അപ്പുറത്ത് നല്ല ഉദാഹരണമായ ഒരു മനുഷ്യണ്ടാവും. ആ ഉദാഹരണമായ മനുഷ്യന്റെ മകൻ ചിലപ്പോ പിഷ്കരായിരിക്കും, പേരക്കുട്ടി പിഷ്കരായിരിക്കും. ഇവിടെ ഈ സമ്പത്ത് ഇങ്ങനെ കാത്തു നിൽക്കണം എന്തുകൊണ്ടാണ്? വല്ലിപ്പ ചെലവഴിച്ചതിന്റെ അല്ലെങ്കിൽ വല്ലിപ്പാന്റെ ഒപ്പം ചെലവഴിച്ചതിന്റെ ആ പ്രൊട്ടക്ഷനാണ്. കാരണം അള്ളാഹ് വാഗ്ദാനം ചെയ്തതാണ് അയാളെ സമ്പത്ത് നോക്കാമെന്നത്. അതുകൊണ്ട് നമ്മുടെ തലമുറ നമ്മൾ ചെലവഴിച്ചാൽ നമ്മുടെ 3-4 തലമുറക്കപ്പുറവും നമ്മുടെ സമ്പത്ത് ഉപയോഗിക്കാനും ഉപകരിക്കാനും ആവശ്യമായ ഗ്യാരണ്ടി പരിച അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മള് സമ്പത്ത് ചെലവഴിക്കുക, അത് എത്രയെന്നുള്ളതല്ല. സമ്പത്ത് ചെലവഴിക്കണത് വലിയ വലിയ സമ്പത്തൊന്നുമല്ല. നമുക്ക് അള്ളാഹു നൽകിയത് എത്രയാണ് എന്ന് അള്ളാഹ്ക്ക് അറിയാലോ. എന്റെ അടുത്തുള്ള സമ്പത്ത് എത്രയാണ്, നമ്മുടെ അടുത്ത് ഓരോരുത്തരുള്ള സമ്പത്താണ്. എന്നിട്ട് പടച്ചോൻ നമുക്ക് ഇഷ്ടവും സ്നേഹവും പ്രണയവും ഉണ്ടെങ്കിൽ പടച്ചോൻ പറഞ്ഞതാണ് നൽകിയെന്ന് കുറച്ച് കൊടുത്തോ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം, ആ ഗ്യാരണ്ടിയിലുള്ള വിശ്വാസം, ആ ഗ്യാരണ്ടിയിൽ മറ്റേത് ഗ്യാരണ്ടിയെക്കാളും എനിക്ക് വിശ്വാസമുണ്ടെന്ന പ്രഖ്യാപനമാണ് ഒരാളൊരു 10 രൂപ എടുത്ത് കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ ആ 10 രൂപ എടുത്ത് കൊടുക്കാൻ കഴിയുന്ന അവസ്ഥ, അല്ലെങ്കിൽ 100-ഓ 1,00,000-ഓ കോടിയോ എത്ര കൊടുക്കാൻ കഴിയുന്ന അവസ്ഥ നമ്മുടെ അവസ്ഥകൾ അല്ലാഹ്ക്കറിയാം. ഒരിക്കലും നമ്മളെടുത്തൊരാവശ്യം ഒരാൾ ഒന്ന് പറയുമ്പോ അയാളെ തട്ടാൻ വേണ്ടി നമ്മൾ കളവ് പറയരുത്. കളവ് പറയാൻ പാടില്ല. എന്റെ അടുത്ത് പൈസ ഇല്ല എന്ന് പറയരുത്. ഉണ്ട്, തന്നാൻ എന്നെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അത് പറഞ്ഞോ, കുഴപ്പമില്ല. പക്ഷേ ഒരിക്കലും എന്റെ അടുത്തുള്ള സമ്പത്ത് നിങ്ങൾ മറച്ചു വെക്കരുത്. നിഅ്മത്തിനെ നമ്മൾ മറച്ചു വെക്കുക. നിഅ്മത്ത് ഇല്ല എന്ന് പറയൽ നിഅ്മത്തിൽ കുറവ് വരാൻ കാരണമാകും. അല്ലാഹു നൽകിയ അനുഗ്രഹത്തെ അല്ലാഹു ഛേദിച്ചു കളയും. എന്റെ അടുത്ത് പൈസ ഇല്ല, പൈസ ഉള്ളവനും അങ്ങനെ പറയാം, പൈസ ഇല്ല, ടൈറ്റാണ് എന്നൊക്കെ വെറുതെ പറയരുത്. നമുക്കതുണ്ടെങ്കിൽ പറയാം, കുഴപ്പമില്ല. പക്ഷെ യഥാർത്ഥത്തിൽ ഒരാളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെ ചില ആളുകൾ പറയും. അത് പറയുന്നത് നിഅ്മത്തുകളെ നമ്മൾ കൊച്ചാക്കലാണ്. അല്ലാഹ് തന്ന നിഅ്മത്തിനെ ചെറുതായി കാണലാണ്. അപ്പൊ അള്ളാഹും ചെറുതാക്കും. അള്ളാഹു നമ്മുടെ നിഅ്മത്തിലെ ബറക്കത്ത് ഇല്ലാതെയാക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചെലവഴിക്കുക എന്ന് പറയുന്നത് ഉമ്മത്ത് മുസ്ലിമയുടെ സംസ്കാരമാണ്. ആ സംസ്കാരം നമുക്ക് പഠിപ്പിച്ചു തന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ധാരാളമായി ചെലവഴിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസ്കാരമാണ്. ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം എടുത്ത് ചെലവഴിക്കാന്നല്ല, സ്വരൂപിക്കുക, സമ്പാദിക്കുക, ഇതൊക്കെ നബി തിരുമേനി പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ചെലവഴിക്കുന്ന സംസ്കാരം നമുക്കുണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വതക്ക എന്ന് പറയുന്നത്. അപ്പൊ സ്വതക്ക നമ്മൾ എല്ലാ ദിവസവും, സഹാബികളുടെ ജീവിതചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ എല്ലാ ദിവസവും ദാനം ചെയ്യുന്നവരാണ് സഹാബികൾ. അതിലേറ്റവും ദരിദ്രനായ സഹാബിയും സമ്പന്നനായ സഹാബിയും മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇപ്രാവശ്യമെങ്കിലും സിദ്ദീഖുൽ അക്ബറിനെ കവച്ചു വെക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു സമ്പത്ത് ചെലവഴിക്കുന്ന കാര്യത്തിൽ. അങ്ങനെ തബൂക്ക് യുദ്ധത്തിന് നബി തിരുമേനി ആഹ്വാനം ചെയ്തു. അങ്ങനെ സമ്പത്തൊക്കെ കൊണ്ടുവന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഞാനും. അപ്പൊ ഞാൻ റസൂലുള്ളാഹിക്ക് ഉന്നന്ന സാധനങ്ങളൊക്കെ കൊടുത്തു. അപ്പൊ എന്നോട് ചോദിച്ചു, ഉമറേ, നിന്റെ വീട്ടിൽ എന്താണ് ഇനി ഉള്ളത്? ഇത്രയും ഞാൻ സ്വരൂപിച്ചു വെച്ചിട്ടുണ്ട്, പകുതിയാണ് ഞാൻ കൊണ്ടുവന്നത്. അപ്പൊ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വരാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാൻ, എന്താണ് നിന്റെ വീട്ടിലുള്ളത്? അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അല്ലാഹു വ റസൂലുഹു, അള്ളയും പ്രവാചകനുമാണ്, ബാക്കിയൊന്നും ഞാൻ കരുതി വെച്ചിട്ടില്ല, ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അപ്പൊ അത് ഇങ്ങനെയുള്ളൊരു സംസ്കാരമുണ്ട്. അള്ളാഹിനെയും റസൂലിനെയും ഉറപ്പിൽ, ഗ്യാരണ്ടിയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് നമ്മളെ സമ്പത്തിന്റെ ഒരു നിശ്ചിത ശതമാനം നമ്മുടെ നാട്ടിൽ അർഹരായവരിലേക്ക് ഒഴുകുക എന്ന് പറയുന്ന ഒരു സാമ്പത്തിക ക്രമമാണ് അള്ളാഹു റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതിൽ ഭാഗവാക്കാവാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.